ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണിത്. എൻ്റെ മോളുടെ ഫേവറേറ്റ് ബിരിയാണിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണിക്ക് വേണ്ടി 600 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണ്. ബിരിയാണിക്ക് വേണ്ടി കുറച്ച് വലിയ ചെമ്മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ചെമ്മീനിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ വെള്ളം. ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. നന്നായിട്ട് മസാലയും ചെമ്മീനും കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ച് അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാം. ചെമ്മീനിൽ മസാല പുരട്ടിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ 5-8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി, മൊരിഞ്ഞെടുക്കുകയൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഏകദേശം ഫ്രൈ ആയി എന്ന് തോന്നിയാൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെമ്മീൻ കൂടുതൽ മൊരിയാൻ നിൽക്കണ്ട. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് ഓയിൽ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അല്പം എടുത്ത് കളയാം. പക്ഷേ ബിരിയാണി എപ്പോഴും കുറച്ച് ഓയിലി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഉള്ളി ഒന്ന് വാടുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഒരു 6 പച്ചമുളകും 10-12 അല്ലി വെളുത്തുള്ളിയും അതിൻ്റെ പകുതിയോളം ഇഞ്ചിയുമാണ് ഞാൻ എടുത്തിരുന്നത്. ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ 2 തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ബിരിയാണി ആയതുകൊണ്ട് അല്പം കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് തക്കാളി നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ വേവിക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇങ്ങനെ വേവിക്കണം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം. ചെമ്മീനും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കാം. ചെമ്മീൻ നന്നായിട്ട് വെന്ത് വരണം. അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ചെമ്മീനും മസാലയും ഒക്കെ കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ചെമ്മീൻ നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരൊഴിക്കാം. ഒരു കൈ നിറയെ മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് അടച്ചു വെച്ച് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് 5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പശുവിൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3-4 ഗ്രാമ്പു,
ചെറിയ കഷ്ണം പട്ട, 3-4 ഏലക്കായ്, 4-5 ബേ ലീവ്സ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരി ചേർക്കാം. ഞാൻ ജീരകശാല അരി 3 കപ്പ് നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വെച്ചതായിരുന്നു ഇത്. ബസ്മതി അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി, കായമ്മ ഇവയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കുതിർത്ത് വെക്കുകയൊന്നും വേണ്ട. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം കളയാൻ വെച്ചാൽ മാത്രം മതി. വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം അരി ഫ്രൈ ചെയ്യാൻ. നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് റൈസിന് ഞാനിവിടെ 4.5 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. 3 കപ്പ് ജീരകശാല അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ റൈസ് റെഡിയാവും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കുമെന്നില്ല. ഇതുപോലെ വേറെ വേറെ നിൽക്കും. നമുക്കിനി ബിരിയാണി ദമ്മിടാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് നെയ്ച്ചോറ് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഈ ചോറിൽ നിന്നും പകുതി ഒരു ബൗളിലേക്ക് മാറ്റാം. ഏകദേശം പകുതിയോളം എടുത്ത് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പകുതി നെയ്ച്ചോറിൻ്റെ മുകളിലായിട്ട് നമുക്ക് അല്പം ഗരം മസാല പൊടി വിതറി കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം മതി. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ മസാല മുഴുവനും നിരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ നിരത്താം. നമ്മൾ നേരത്തെ മാറ്റിവെച്ച ബാക്കിയുള്ള നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരേപോലെ നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗരം മസാല പൊടി വിതറാം. അല്പം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചോറ് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റാണ്. വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ ഇത് വേവിക്കണം. തീ കൂട്ടി വെക്കരുത്, ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. അതുപോലെ പാത്രത്തിൻ്റെ അടപ്പിന് ഹോളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കുകയും വേണം. ഇതിൻ്റെ ആവി ഒട്ടും പുറത്ത് പോവാതെ വേണം ദം ചെയ്യാൻ. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ചെമ്മീൻ മസാലയുടെ മണവും രുചിയൊക്കെ ചോറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇത് വിളമ്പിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്